ഓക്കെ, ചില ചോദ്യങ്ങളാണ്, അത് പ്രതിജ്ഞകളാണ് നിങ്ങളെടുക്കുന്നത്. ഇന്ന് നിങ്ങൾ ചില പ്രതിജ്ഞകൾ എടുത്തുകൊണ്ട് പോകുന്നു. പ്രതിജ്ഞകൾ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്, ചിലത് നിങ്ങൾ വിശ്വസിക്കുകയാണ്, ചിലത് സ്വീകരിക്കുകയാണ്. ചില കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുകയാണ്, ചിലത് നിങ്ങൾ വാഗ്ദത്തം ചെയ്തുകൊണ്ട് പോവുകയാണ്, ചിലത് സമ്മതിച്ചു പോവുകയാണ്. അങ്ങനെ ചില കാര്യങ്ങളിൽ അനേക കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, അന്ന് മുമ്പേ ഞാൻ പറഞ്ഞു പോയ പോലെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കന്മാരെടുത്തുള്ള പ്രതിജ്ഞകൾ നിങ്ങൾ സ്വയമായിട്ട് ഏറ്റെടുക്കുന്ന സമയമാണ്. ഒരുപക്ഷെ മുതിർന്ന സ്നാനം ഏറ്റിട്ടുള്ള ആളുകൾ അവർ ഇത് നേരത്തെ തന്നെ അവർ സ്വയമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടാവുക. എങ്കിലും സ്ത്രീയുടെ സമയത്ത് ഒന്നുകൂടെ നമ്മൾ ചോദിച്ച് അവരെ പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്ന സമയവും കൂടെ ആകും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായിട്ട് ഉത്തരം പറയണം. നമ്മളിവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, അല്പം മുമ്പ് പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, ഇത് ദൈവ ആലയമാണ് അല്ലേ? ദൈവ ആലയമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നമ്മളെപ്പോഴും ഓർത്തോണം. ദൈവ ആരാധനയ്ക്ക് വേണ്ടി സ്ഥലങ്ങൾ വേർതിരിക്കുമ്പോൾ അവിടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട്. അത് ഓർത്ത് മാത്രമേ ഓരോ ദൈവ മക്കളും എന്ത് ചെയ്യാവൂ? സഭാമക്കൾ ആലയത്തിൽ വരാവൂ. ആ ദൈവചിന്തയില്ലാതെ ആരും എന്ത് ചെയ്യരുത്? ദൈവാലയത്തിൽ വരരുത്. അപ്പോൾ ദൈവത്തിൻ്റെ നിങ്ങളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നത് ആര് കേൾക്കുന്നുണ്ട്? ദൈവം കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ വായും കൊണ്ട് നമ്മളിവിടെ ഉച്ചരിക്കുകയാണ് അല്ലേ? അതിനെക്കുറിച്ച് പറയുന്നത്, നമ്മൾ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലും സഭായോഗത്തിൻ്റെ മുമ്പാകെ, വിശ്വാസ സമൂഹമാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അവിടെ മുമ്പാകെ നിങ്ങൾ വാ തുറന്ന് പറയുകയാണ്, നിങ്ങൾ സമ്മതിക്കുകയാണ്, ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുകയാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, അത് നമ്മൾ ദൈവത്തിന് മുമ്പാകെ ചെയ്യും. ദൈവത്തിന് ഇന്നകാര്യം ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എഴുതി കൊടുക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ മുദ്ര പേപ്പറെ നമ്മൾ എഗ്രിമെൻ്റ് എഴുതി കൊടുക്കുന്നതിന് തുല്യമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ദൈവത്തിന് ഒരു വാക്ക് പറയാം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ എന്തിവിടെ പറയുന്നു എന്ന് അതിനെക്കുറിച്ച് മുന്നമേ നമുക്ക് എന്തുണ്ടായിരിക്കണം? അറിവുണ്ടായിരിക്കണം എന്ന് പറയും. അതിനുവേണ്ടി എത്രയും നാളത്തെ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യും? എടുക്കുന്നത്. ഓക്കെ, അതങ്ങനെ പറഞ്ഞാൽ പിന്നെ അത് നമ്മളൊരു പക്ഷേ മറന്നു പോയാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യത്തില്ല? അത് മറന്നു പോകുന്നു. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെയ്ത ആ പ്രതിജ്ഞകൾ ലംഘിക്കുന്നവരായിട്ട് നമ്മൾ മാറും. പ്രതിജ്ഞകൾ എന്ത് ചെയ്യത്തില്ല? ലംഘിക്കാൻ പാടില്ല. കൽപ്പനകൾ എന്തിനുള്ളതാണ്? കൽപ്പനകൾ പ്രമാണിക്കാനുള്ളതാണ്. അത് പ്രമാണിക്കണം. അത് പ്രമാണിക്കുമെന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? അതാണ് പ്രതിജ്ഞ. പ്രമാണിക്കുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? പോകുന്നു. അത് ചെയ്തില്ലെങ്കിൽ പ്രതിജ്ഞാലംഘനമായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? നമ്മളെടുത്ത പ്രതിജ്ഞകളെ കുറിച്ച് ഓർക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്യണം. അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ നിങ്ങൾക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെയും ഈ സഭായോഗത്തിൻ്റെയും മുമ്പാകെ ഞാൻ നിങ്ങളോട് ചോദിക്കും, ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ എന്നാണ് ചോദ്യം. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനവയെ ഉപേക്ഷിക്കുന്നു എന്നാണ് ഉത്തരം പറയേണ്ടത്. ഞാനവയെ ഉപേക്ഷിക്കുന്നു എന്നാണ് ഉത്തരം പറയേണ്ടത്. ഞാൻ ചോദ്യം ഒന്നുകൂടെ പറയാം. ആൺകുട്ടികൾ ആദ്യം, പിന്നീട് രണ്ടാമത് പെൺകുട്ടികളും അതിന് ഉത്തരം പറയും. എല്ലാവരും ചേർന്ന്. ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ? ഞാനവയെ ഉപേക്ഷിക്കുന്നു പറഞ്ഞു. ചേർന്ന് പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞേ. ചില ഉറച്ച ശബ്ദത്തിൽ പറയാൻ കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ എന്നാണ് ചോദ്യം. മുമ്പ് അതിനെക്കുറിച്ച് ഞാൻ അതിനും പറഞ്ഞതാണ്. ത്രിയേക ദൈവ വിശ്വാസമാണ് നമ്മൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള വിശ്വാസമാണ് നമുക്ക്. അപ്പോൾ അത് വിശ്വസിക്കുന്നു ഞാൻ എന്നാണ് എൻ്റെ ഉത്തരം പറയേണ്ടത്. ചോദ്യം ഇതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ പറഞ്ഞേ. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പറഞ്ഞേ. അടുത്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഞാൻ സ്വീകരിക്കുന്നുവെന്ന് അത് നിങ്ങൾ ഓരോരുത്തരുമായിട്ടാണ് പറയേണ്ടത്. ചോദ്യം ഇതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ എന്നാണ് ചോദ്യം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ? രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ആരാ? രക്ഷിതാവ് ആരാ? രക്ഷിക്കുന്നവൻ. രക്ഷിതാവ് രക്ഷിക്കുന്നവൻ. ആരാ നമ്മളെ രക്ഷിക്കുന്നവൻ? എങ്ങനെയാണ് നമ്മൾ യേശു രക്ഷകനായിട്ട് തീർന്നത്? പാപത്തിൽ നിന്നാണ് എന്ത് ചെയ്ത്? ഇപ്പം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്, യേശുവിൻ്റെ ജനനം ആഘോഷിക്കുകയാണ് അല്ലേ? കുറേ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് നമ്മൾ നോമ്പൊക്കെ ആചരിക്കും അല്ലേ? അപ്പോൾ ഈ ക്രൂശ് മരണം അനുഭവിച്ചത് നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് ദൈവം ഒരുക്കിയ രക്ഷണ്യ പദ്ധതി എന്നാണ് വേദോസ്താനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാപത്തിന് വേണ്ടി ഇനി വേറെ ഒരു യാഗവും എന്ത് ചെയ്യുന്നില്ല? ഇല്ല.
നമ്മൾ യേശുവിൽ വിശ്വസിച്ചാൽ മതി. എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു എന്ത് ചെയ്തത്? ക്രൂശിൽ മരിച്ചത്, അവൻ ഉയർത്തെഴുന്നേറ്റത് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആ രക്ഷ കിട്ടും. പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ആ മരണത്തിൽ നിന്നാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്, നിത്യജീവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ചോദ്യം ഇതാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നു എന്നാണ്. ലോകത്തിൻ്റെ രക്ഷിതാവായി നീ സ്വീകരിക്കുന്നു, അത് ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് ഉത്തരം പറയുന്നത്. അപ്പോൾ ഇന്നു മുതൽ ആരാണ് നമ്മുടെ രക്ഷകൻ? യേശുവാണ് നമ്മുടെ രക്ഷകൻ, അതാണ് പറയുന്നത്. ചോദ്യം ഒന്നുകൂടെ പറയാം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ? ഞാൻ സ്വീകരിക്കുന്നു. അവനെ നമ്മൾ പറഞ്ഞേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസ പ്രമാണം ഒരുമിച്ച് ചൊല്ലാം. നിക്കാ വിശ്വാസ പ്രമാണം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുകയുമുള്ള സ്ഥലത്തെയും ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ താവായ യേശു ഞാൻ വിശ്വസിക്കുന്നു. പ്രകാശം സത്യവം ജനിക്കപ്പെട്ട ഉണ്ടാക്കപ്പെട്ടവല്ല, പിതാവിനുള്ളവൻ, അവനാൽ സർവ്വമുണ്ടായി. അവൻ മനുഷ്യനായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗം നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യക മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. തിരുവചന പ്രകാരം മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ഉള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകന്മാരെ കൊണ്ട് പറയച്ചനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലികമായ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനസ്മി അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വരുവാള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. സഭാജനങ്ങൾക്ക് ഇരിക്കാം. അടുത്ത ചോദ്യം, ദൈവം എൻ്റെ സഹായനാകിയാൽ ഞാൻ ചെയ്യും എന്ന് നിങ്ങൾ ഉത്തരമായിട്ട് പറയണം. ദൈവം എൻ്റെ സഹായനാകിയാൽ ഞാൻ ചെയ്യും എന്ന്. ചോദ്യം ഇതാണ്, നിങ്ങളത് ഒരുമിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും വെവ്വേറെ ഒരുമിച്ച് പറഞ്ഞാൽ മതിയാവും. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധഗീതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ? നമ്മൾ പഠിച്ച കാര്യങ്ങളനുസരിച്ച് നടക്കുമെന്നാണ് അതിൻ്റെ സാരം. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധഗീതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ? ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും. പറഞ്ഞേ. അടുത്ത ചോദ്യം, 3 ചോദ്യത്തിന് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് ഉത്തരം പറയേണ്ടത്. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന്. ചോദ്യം, കർത്തൃ ദിവസത്തിൽ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ സഹ ക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിലും സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. തിരുവചനം അല്ലെങ്കിൽ വേദപുസ്തകം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഒക്കെ പറഞ്ഞേ. നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? എല്ലാവരും ഒക്കെ പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞേ. അടുത്ത ചോദ്യത്തിന് ഉത്തരം ഞാൻ സമ്മതിക്കുന്നു എന്നാണ്. ഞാൻ സമ്മതിക്കുന്നു എന്നാണ്. ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിലെ വിശ്വാസം ഏറ്റുപറയുന്നതിനും അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? ഞാൻ സമ്മതിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ഏകരക്ഷിതാവായ ക്രിസ്തു മൂലം ദൈവത്തിലുള്ള വിശ്വാസവും അവനെ അനുസരിക്കുന്നതിനും തൻ്റെ ജനങ്ങളുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനും തൻ്റെ നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ ഏറ്റുപറഞ്ഞുവല്ലോ. നിങ്ങളിപ്പോൾ മുട്ടുകുത്തി നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അവിടെ നിങ്ങൾ മുട്ടുകുത്തിക്ക്. നിങ്ങളിങ്ങോട്ട് ഈ റെയിൽ സേന മുട്ടുത്തിക്ക്. ബാക്കിയുള്ളവർ പുറകിൽ മുട്ടുകുത്തി, പയ്യെ മുട്ടുകുത്തി. നിങ്ങൾ കുറച്ച് പേര് റെയിൽ സേന മുട്ടുകുത്തുക, ബാക്കിയുള്ളവർ താഴെ. നമ്മളവിടെ തന്നെ ഇരുന്നാണ്.
അടുത്തൊരു സമർപ്പണ പ്രാർത്ഥനയാണ്. ഞാനത് ചൊല്ലിത്തരാം, നിങ്ങൾ എൻ്റെ പിന്നാലെ ചൊല്ലണം. സ്ത്രീയുടെ കുഞ്ഞുങ്ങൾ മാത്രം അത് ചൊല്ലിയാൽ മതിയാവും. നമുക്ക് എല്ലാവർക്കും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്പസമയം മൗനമായി പ്രാർത്ഥിക്കാം. ഇതുവരെയും പഠിച്ചതായ പ്രത്യേകമായ തിരുവചനങ്ങൾ, പ്രത്യേകിച്ച് സ്ഥിരീകരണത്തോടനുബന്ധിച്ച് പഠിച്ചതായ പ്രമാണങ്ങൾ, കൽപ്പനകൾ, മറ്റനേക തിരുവചന സത്യങ്ങൾ, അതെല്ലാം അവിടെ ജീവിതാവസാനം വരെ പാലിപ്പാൻ ദൈവം അവരെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിലൂടെയാണ് അത് നമുക്ക് പ്രാപ്യമായി തീരുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അവരെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഞാൻ ചൊല്ലിത്തന്നെ പ്രാർത്ഥന സ്ത്രീയുടെ കുഞ്ഞുങ്ങൾ മാത്രം എൻ്റെ പിന്നാലെ ചൊല്ലണം. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ എൻ്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവനല്ല, നിനക്കുള്ളവനത്രേ. എൻ്റെ ആയുസ് നാളൊക്കെയും നിന്നെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ നിന്റെ പൈതലായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങൾ അവർ പഠിച്ചതായ കൽപ്പനകൾ, പ്രമാണങ്ങളൊക്കെയും ഇപ്പോൾ എടുത്ത പ്രതിജ്ഞകളും അവരുടെ ജീവിതാവസാനം വരെ പാലിപ്പാൻ അവരുടെ സ്വന്തമായ പരിശ്രമങ്ങളാൽ സാധ്യമല്ലല്ലോ. അതിന് ദൈവത്തിൻ്റെ ധാരാളമായ കൃപ അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇവരുടെ മേൽ ദൈവത്തിൻ്റെ ധാരാളമായ കൃപ പകരപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വരവനായിട്ടുള്ള സഭയുടെ പാട്ടാകുന്ന 414 കീർത്തനം നമുക്ക് ഈ സമയത്ത് വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് പാടാം. അതിൻ്റെ 1-2 ചരണങ്ങൾ ഞാൻ തനിയെ പാടും. 3-4 ചരണങ്ങൾ ഗായകസംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് പാടണം. 414 കീർത്തനം പരിശുദ്ധാത്മാവിൻ്റെ വരവിനായുള്ള അപേക്ഷയാകുന്ന സഭയുടെ പാട്ടാകുന്ന 414 കീർത്തനം നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവം ആലപിക്കാം, പാടാം. 1-2 ചരണങ്ങൾ ഞാൻ തനിയെ പാടും. 3-4 ചരണങ്ങൾ സഭാമക്കൾ ഗായകസംഘത്തോടൊപ്പം പാടണം. ദൈവാത്മാവേ വന്നൂതുക, എല്ലാവർ മേലും വീശുക. അനുഗ്രഹ തൈലമം നീ, ആശ്വാസം ജീവൻ സ്നേഹത്തി, നിത്യമം പ്രകാശമൂല മാറ്റുക ഇരുൾ അശേഷ, ശത്രുവേ ദൂരെ അകറ്റി തന്നിടണമേ
ദിവ്യശാന്തി. ഏക സത്യ നിത്യ ദേവ തദസുദാമ ശുദ്ധാത്മാ സ്തുതി നീനക്കേ തദസുദാശുദ്ധാത്മാവേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഗായസംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. സ്ത്രീകരണ കുഞ്ഞുങ്ങളത് പ്രാർത്ഥിക്കേണ്ടതില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രിയമക്കളുടെ മേൽ പകരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാകുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ ചൊല്ലിത്തരാം. എൻ്റെ പിന്നാലെ ഗായസംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് അത് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ അത് ചൊല്ലേണ്ടതില്ല. വിശുദ്ധ ബപ്തിസ്മയാൽ ഈ നിന്റെ മക്കളെ നിന്റെ കുടുംബത്തിലേക്ക് കൈക്കൊണ്ട ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിന്റെ കൃപാവരങ്ങളാകുന്ന ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ, ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവിനെ, പരിജ്ഞാനത്തിൻ്റെയും ദൈവഭയത്തിൻ്റെയും ആത്മാവിനെ ഇവരിൽ ദിനംതോറും വർദ്ധിപ്പിച്ച് ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമെന്ന് നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. എഴുന്നേറ്റ് നിന്ന് ഓരോ കുഞ്ഞുങ്ങളുടെയും തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സഭാമക്കളും ഗായകസംഘവും ചേർന്ന് ആമേൻ എന്ന് ഉറക്കെ പറയണം. ഇച്ചിരി ഒതുങ്ങി നിന്നാണോ? ചേർന്ന് നിന്ന് നിങ്ങൾ ഇച്ചിരി ഒതുങ്ങി നിന്നാണോ? ഇങ്ങോട്ട് കയറി നിൽക്കും സ്റ്റെപ്പ്. ഓക്കെ. കർത്താവേ, നിന്റെ ദാസൻ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. അങ്ങോട്ട് പോയി. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും
നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ ദാസി എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. ആമേൻ.
കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവ്, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശേഷിക്കപ്പെടണമേ, രാജ്യം വരണമേ, തിരീക്ഷം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഇവിടെ ഞങ്ങളെ പരീക്ഷയിലേക്ക് കിടത്താതെ ദുഷ്ടനോടിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിങ്ങൾക്കുള്ളതാവുന്നു. ആമേൻ. നിന്റെ പുത്രനും ഞങ്ങളെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം നിന്റെ സഭയെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കുവാൻ നിയമിച്ച സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇപ്പോൾ നമ്മുടെ കൈകൾ വെച്ചിട്ടുള്ള ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ഇവരുടെ മേൽ നിന്റെ പിതൃക്കരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവരോടുകൂടെ നിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഇരിക്കണമേ. ഇവർ തങ്ങളുടെ ആയുസ് നാളൊക്കെ നിന്നെ സേവിക്കുകയും നിന്നോടുകൂടെ എന്നേക്കും വസിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ വചനത്തിൻ്റെ അറിവിലും അനുസരണത്തിലും ഇവരെ നടത്തണമെന്ന് ഞങ്ങൾ കർത്താവിൻ രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നും ഏകദൈവമായി കാലാവസ്ഥാനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ. ഇപ്പോൾ ഇന്ന് സ്ഥിരീകരണം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ സഭയിലേക്ക് ഇടപെട്ടക്കാരൻ സ്വീകരിക്കുന്നതാണ്. സ്വീകരണ വചനങ്ങൾ ഇടപെട്ടക്കാരൻ ചൊല്ലിത്തരുമ്പോൾ സഭാമക്കൾ കായസംഘത്തോടൊപ്പം ചേർന്ന് ചൊല്ലണം എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. ഇന്ന് സ്ഥിരീകരണം കഴിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാവരെയും സഭയിലേക്ക് നമ്മളെല്ലാവരും ചേർന്ന് സ്വീകരിക്കുകയാണ്. സ്വീകരണ വചനങ്ങൾ ഇടപെട്ടക്കാരൻ ചൊല്ലിത്തരുമ്പോൾ സഭാമക്കളും കായസംഘ അംഗങ്ങളും ചേർന്ന് അത് ചൊല്ലണം. എല്ലാവർക്കും എഴുന്നേറ്റ് എല്ലാവരും അച്ഛൻ ചൊല്ലി തരുമ്പോൾ ജനങ്ങളും ഗായകസംഘ അംഗങ്ങളും അത് ചൊല്ലണം. അച്ഛന് പിന്നാലെ കുട്ടികൾ ചൊല്ലണ്ട. ഈ സഭയിലെ അംഗങ്ങളായ ഞങ്ങൾ സഭയുടെ പൊതുജീവിതത്തിൽ ഞങ്ങളോട് കൂടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തെയും പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും വളരേണ്ടതിന് ഞങ്ങൾ ഞങ്ങളുടെ
സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പ് തരുന്നു. നാം എല്ലാവരും ആത്മാവിന്റെ ഐക്യത്തിൽ ഇവിടെ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചിട്ട് സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുന്നതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. കുട്ടികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാട്ടെ. പ്രിയപ്പെട്ടവരെ, സഭയുടെ എല്ലാ പദവികളിലും പങ്കാളികളാകുന്നതിനും അതിൻ്റെ എല്ലാ ചുമതലകളും നിർവഹിക്കുന്നതിനുമായി നാം ഇന്നേ ദിവസം നിങ്ങളെ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ മശിഹായുടെ കൊടിക്കീഴിൽ ധൈര്യത്തോടെ പോരാട്ടം കഴിക്കുമെന്നും പ്രാണാവസാനം വരെ അവൻ്റെ വിശ്വസ്ത പടയാളികളും ദാസരുമായി തുറന്നുകൊള്ളുമെന്നും നാം വിശ്വസിക്കുന്നു. സഭാ മക്കൾക്ക് ഇരിക്കാം. സാധാരണ നമ്മൾ വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിൽ കൈയുസിരി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? കൈയുസിരി കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ കൈ ഇങ്ങനെ കൂപ്പി പിടിക്കും. വലത് കൈപ്പത്തി കൈയുടെ ഉള്ളിൽ വരത്തക്ക രീതിയിലാണ് അത് പിടിക്കേണ്ടത്. വലത് കൈപ്പത്തി നമ്മുടെ കൈയുടെ ഉള്ളിൽ വരത്തക്ക രീതി. എന്നിട്ട് കൊടുക്കുന്ന ആൾ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറയണം. കൊടുക്കുന്ന ആൾ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറയണം. സ്വീകരിക്കുന്ന ആൾ ആമേൻ എന്ന് പറയണം. ആമേൻ എന്ന് പറയണം. അയാൾ വീണ്ടും കൊടുക്കുമ്പോൾ എന്ത് പറയണം? ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറയണം. സ്വീകരിക്കുന്ന ആൾ എന്നാ പറയണം? ആമേൻ എന്ന് പറയണം. അതാണ് എൻ്റെ അനുഷ്ഠാന കൈയുസിരി കൊടുക്കുമ്പോൾ അനുഷ്ഠാന വചനങ്ങൾ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനമെന്നോ ക്രിസ്തുവിൻ്റെ സമാധാനമെന്നോ പറയുന്നതിൽ തെറ്റില്ല. രണ്ടും ശരി തന്നെ. അപ്പോൾ നമ്മളത് പറയുമ്പോൾ ഓർത്തിരിക്കണം. വെറുതെ ഇങ്ങനെ കൈ കൊടുത്ത് പോവുകയല്ല ചെയ്യുന്നത്. പറയണം ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ആമേൻ, ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. അങ്ങനെ പറഞ്ഞാണ് പോകുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും മാത്രമായിട്ട് ഞാനിപ്പോൾ ഇവിടെ കൈയുസിരി ഓരോരുത്തർക്കുമായിട്ട് തരികയാണ്. ഞാനത് തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കും. ഓക്കെ, സ്വീകരിച്ചിട്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഓക്കെ. ക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദര സ്നേഹത്തിൻ്റെ അടയാളമായി നാം നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ കൈയുസിരി നൽകുന്നു. ഓരോരുത്തരും വന്ന് കഴിച്ചാട്ടെ. വന്ന് ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ഇങ്ങനെ അതേ ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. പറയുന്നു. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ആമേൻ. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ആമേൻ. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ആമേൻ. കൈങ്ങനാതി ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ആമേൻ. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. പറയുന്നേ ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ഇങ്ങോട്ട് കയറിയുന്നേ അങ്ങോട്ട് ഒരാൾ അവിടെ നിന്നാൽ മതി. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ആമേൻ. ഇവിടെ നിന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാർഡുകൾ തരും. പേര് വായിക്കുമ്പോൾ കാർഡുകൾ വാങ്ങണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അത് വളരെ ചെറിയ ഒരു സൈസിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൽ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ സ്ഥിരീകരണം എന്നാണ് കഴിഞ്ഞ തുടങ്ങിയ കാര്യങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയൊരു പ്രാർത്ഥന അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. അത് ഭാവിയിൽ നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. പേരുകൾ വായിക്കുമ്പോൾ അത് വന്ന് വാങ്ങണം എന്ന് കൃത്യമായിട്ട് ഓർക്കും.
ആൽബിൻ വി. വാങ്ങി ഇവിടെ തന്നെ നിൽക്കണമെന്നും ഓർപ്പിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ ഓക്കെ, അനീഷ. അവിടെ നിൽക്കണേ. ഗോഡ് ബ്ലെസ് യു. ദീപക് വി. ദൈവനിരിക്കുമോനെ. ഓക്കെ ഓക്കെ, ഫ്ലേവിൻ. ദൈവനിരിക്കുമോനെ. ഓക്കെ, ലിയോ രൂപൻ. ദൈവനിരിക്കുമോനെ. മെഹിൻ. ദൈവനിരിക്കുമോനെ. ഓക്കെ, ശിവകുമാർ. ദൈവനിരിക്കട്ടെ. വി കെ വിനോദ്. ദൈവനിരിക്കുമോനെ. അബിയാവി. ദൈവനിരിക്കുമോളെ. ബെനിക. ഓക്കെ, ഡെബോറ. ദൈവനിരിക്കുമോളെ. ഓക്കെ, ദൈവനിരിക്കുമോളെ. ഓക്കെ, ഗോഡ് ബ്ലെസ് ദിവ്യ. യു. ദൈവനിരിക്കുമോളെ. ഓക്കെ ഓക്കെ, ജനനി എസ്. ദൈവനിരിക്കുമോളെ. ആർ കൗസല്യ. ദൈവനിരിക്കുമോളെ. ഓക്കെ, റിയാമോൾ ധ്രുവൻ. ദൈവനിരിക്കുമോളെ. ഓക്കെ, സതീഷ്മ. ദൈവനിരിക്കുമോളെ. ഓക്കെ, ദൈവനിരിക്കുമോളെ. സുക്കുത്തായി. ദൈവനിരിക്കുമോളെ. വി കെ വിൻസി. ദൈവനിരിക്കുമോളെ. ഓക്കെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെട്ടിരിപ്പീൻ, നല്ലതിനെ മുറുകെ പിടിപ്പീൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യുവീൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവീൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തെ സ്തുതിക്കാം.